ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്ററിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ഏരിയയാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റൻ ആണിത്. അപ്പോൾ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എന്തും കൂടി യൂസ് ചെയ്യും, ഇക്വിറ്റി ഷെയറിൻ്റെ ഒപ്പം തന്നെ ഫിക്സഡ് ചാർജ് സോഴ്സ് ഓഫ് ഫണ്ടുകളോട് യൂസ് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുന്ന റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട്, അവിടെ വരുമാനം ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ അതിലേക്ക് ഫിക്സഡ് ചാർജസ് സോഴ്സ് ഓഫ് ഫണ്ടുകൾ അപ്ലൈ ചെയ്യും. അതിന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. അടുത്തത് എന്താണ് ഈ ഫിക്സഡ് ചാർജസ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ലോങ് ടൈം ലോൺസ്, ഇതൊക്കെയാണ് ഫിക്സഡ് ചാർജസ് ബെയറിംഗ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഫണ്ടുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഫിക്സഡ് ചാർജസ് എന്ന് പറയാൻ കാരണം, നമുക്കറിയാം കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി കൃത്യമായിട്ട് ഇൻ്റർവെൽസിൽ ഒരു ഫിക്സഡ് ചാർജ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾക്കറിയാം അവർക്ക് ഒരു ഫിക്സ് റേറ്റ് ഡിവിഡൻഡ് കമ്പനി കൊടുക്കണം. അതുപോലെ കമ്പനികൾ ലോങ് ടൈം ലോൺസ് എടുത്താൽ എന്ത് ചെയ്യണം, തിരിച്ച് തന്നെ ഇൻട്രസ്റ്റ് റെഗുലറായിട്ട് ഫിക്സ് റേറ്റിന് കമ്പനികൾ ഇൻട്രസ്റ്റ് അടച്ചോളണം. അപ്പോൾ നമ്മൾ ഇതുപോലെ സെക്യൂരിറ്റികൾ, സോഴ്സ് ഓഫ് ഫണ്ടുകൾ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അപ്ലൈ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അവരുടെ ഏർണിങ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് ചോദിച്ചാൽ, യൂസ് ഓഫ് ഫിക്സഡ് ചാർജസ് സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ along with equity capital so as to increase return on equity shareholders. That's known as financial leverage or trading on equity. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഫിക്സഡ് സോഴ്സ് ഓഫ് ഫണ്ട് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അവരുടെ EPS ഇൻക്രീസ് ചെയ്യും. EPS എന്താണെന്ന് ചോദിച്ചാൽ ഒരു വൺ വേർഡ് ക്വസ്റ്റൻ ആണ്, ഏർണിങ്സ് പെർ ഷെയർ. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഏർണിങ്സ് അവരുടെ ഇൻക്രീസ് ചെയ്യും. ആ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഈ ഡെറ്റ് ക്യാപിറ്റലുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് പറയുന്നതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റൻ ആണ്. നമുക്ക് ബോർഡ് എക്സാം ആയാലും നമ്മുടെ ക്രിസ്മസ് എക്സാം ആയാലും ചോദിക്കാവുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി.